ഹായ് ഓൾ, ഇന്ന് ഞാനൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഫിഷ് ബിരിയാണിക്ക് നമ്മൾ ആദ്യം ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടുള്ള മസാല ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. അതിന് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും, ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക. പേസ്റ്റ് രൂപത്തിലാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കിങ് ഫിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിഷ് ഇനി ആ മസാല നന്നായിട്ടൊന്ന് ഫിഷിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാ പീസിലും മസാലയൊന്ന് തേച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക. ഫിഷെല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതിൽ തന്നെയാണ് ദമ്മിടുന്നത്. സോ ആ പാനിൽ തന്നെ ഞാൻ കുറച്ച് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പിനോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 തവണയായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫിഷ് ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മല്ലിയില ഒരു ജാറിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 7 ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ പച്ചമുളക് ഇടാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അഗെയിൻ 4 പച്ചമുളക് കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പുതിനയില കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ ഒരു 80% റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കോരണം. കാരണം നമുക്കിനി ദമ്മൊക്കെ ഇടാനുള്ളതാണ്. അപ്പോൾ ഫിഷ് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഈ ഫ്രൈ ചെയ്ത ഫിഷ് ഞാനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നു. എന്നിട്ട് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഫിഷ് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് അരി അളക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് ഈ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അറബിക് റൈസാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ റൈസ് എടുക്കാം. ബസ്മതി റൈസാണോ ജീരകശാലയാണോ ഏതാണെങ്കിലും എടുക്കാം. ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതുകൂടി അങ്ങ് പാത്രത്തിലോട്ട് മാറ്റുന്നു. ഫിഷ് ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ നമ്മൾ മസാലയും പ്രിപ്പയർ ചെയ്യുന്ന. അതിനായിട്ട് ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ഇതുവരെ എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഫ്രൈ ചെയ്താൽ യൂസ് ചെയ്ത അതേ ഓയിലിൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പം ഓയിൽ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാനായിട്ട്. അതിലേക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ച് വെക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഉണ്ടാവും നമ്മുടെ മസാല ഈ ഒരു പരുവമായി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ടൊമാറ്റോ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ 2 ടൊമാറ്റോ പീസാക്കിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല,
ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും കൂടി സെപ്പറേറ്റും പിന്നെ ബാക്കിയൊക്കെ സെപ്പറേറ്റുമാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് 2 ടൈമായിട്ട് ആഡ് ചെയ്യുന്നത്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ യോഗർട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആ ഗ്രേവിക്ക് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ മസാലയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു ഫിഷ് എടുത്ത് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് അതൊന്ന് അടച്ച് വയ്ക്കുക. ആ ഫിഷിൻ്റെ ഒരു സ്മെല്ല് ആ ഗ്രേവിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ബാക്കി ഫിഷ് കൂടി ആഡ് ചെയ്ത് ആ മസാലകളെല്ലാം ഫിഷിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മസാലകളെല്ലാം കുറച്ച് ഫിഷിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാല ഇട്ടു. ദെൻ അരി ഇട്ട് കൊടുക്കുക. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അരി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി നമുക്കൊരു 90% കുക്ക് ആകുമ്പോഴത്തേക്ക് അതൊന്ന് ഊറ്റി മാറ്റാം. 90% കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഊറ്റാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഫിഷും പൊടിയാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൻ്റെ മുകളിലേക്കിട്ട മസാലകളെല്ലാം മാറ്റിയിട്ട് വേണം പാത്രത്തിലേക്ക് മാറ്റാൻ. ഫിഷ് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഈ ഗ്രേവിയുടെ പകുതി കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ദം ഇടാം. ഹാഫ് ഗ്രേവി ആ പാത്രത്തിൽ തന്നെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ ചോറിട്ട് കൊടുക്കാം. ഈ ലെയറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ഗ്രേവി ഇട്ട് കൊടുക്കുക. ചോറിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നപ്പോൾ അതിൽ നിന്ന് വന്ന ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും 1/4 ടീസ്പൂൺ ഗരം മസാല, മല്ലിയില ആവശ്യത്തിന്, പുതിനയില ആവശ്യത്തിന് ഇതൊക്കെ ഇട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ഫിഷിന് വെച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് ദം ചെയ്തെടുക്കണം. ദം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ദം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഫിഷെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം അലൂമിനിയം ഫോയിലെടുത്ത് ഒന്ന് കവർ ചെയ്ത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് ദം ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം
അതൊന്ന് ഓപ്പൺ ചെയ്യുക. നന്നായിട്ട് ദമ്മായിട്ടുണ്ട്, നല്ല ഒരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഇനി ഈ ഫിഷെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ചോറെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്രോസസ്സാണ് ഈ ഫിഷ് ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയാണ്.